ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പറയട്ടെ, ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ച ഏകദേശം 2 ആഴ്ചയുടെ അടുത്ത് നമുക്ക് നല്ല കനത്ത മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്തവിടെ മടി പിടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ എനിക്ക് തോന്നി എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെ നല്ലൊരു മഴ കിട്ടി. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്. എന്ത് പറയണ്ടേ, വലിയ വലിയ തുള്ളികളാണ്. അത്രയ്ക്ക് നല്ലൊരു മഴ നമുക്ക് രാവിലെ കിട്ടി. അപ്പോൾ ഇന്നലെ രാത്രിക്ക് ചെറിയ രീതിയിൽ കുറവുണ്ടായിരുന്നു മഴ. അപ്പോൾ ഈ അടുപ്പിച്ച് മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ പുറത്തോട്ടെല്ലാം ഇറങ്ങി നോക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. എല്ലായിടത്തും നല്ല പച്ചപ്പായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി, പിന്നെ പുറത്തെ തോട്ടത്തിലെല്ലാം ഒന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ മഴയൊക്കെ പെയ്ത് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടാവുമല്ലേ. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ആദ്യമൊക്കെ കിട്ടുമ്പോൾ നമുക്കതെല്ലാം ആസ്വദിക്കാൻ പറ്റും. പിന്നെ അടുപ്പിച്ച് നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഈശ്വര തുണിയൊന്നും ഉണങ്ങുന്നുമില്ല, പിന്നെന്ത് പറയണ്ടേ, മഴ നിൽക്കുന്നുമില്ല. അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഇതാ മുറ്റത്തോട്ട് ഇറങ്ങി തോട്ടത്തിലേക്ക് എത്തിയിട്ട്, തോട്ടത്തിൽ നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ആയിട്ട് ചെറിയ ഒരു ഓളിയുണ്ട്. ഇതുപോലെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നതില്ലേ, നമ്മൾ ഈ മഴയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് കേട്ടോ. കുളത്തിൽ നിന്നൊക്കെ നിറഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് ഇത്. ഈ മഴയിലെ സമയത്ത് മാത്രമേ ഉണ്ടാവും. പിന്നെ മഴ നിന്ന് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടാകും. കുളത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ്, ഓളിയാന്ന് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം പോകുന്നതിന് ഓളിയാന്ന് പറയും. അപ്പോൾ ഇതിലൊക്കെ നിറച്ചും വെള്ളം വന്നിട്ടുണ്ട്. അതിന് മാത്രമല്ല പിന്നെ തോട്ടത്തിൽ പിന്നെ തോട്ടത്തിൽ ഇത് കവുങ്ങും ഒക്കെയാണ് കൃഷി എന്ന് പറഞ്ഞില്ലേ ഈ സൈഡിലെല്ലാം. ആ തോട്ടത്തിൻ്റെ കവുങ്ങിൻ്റെ മെരടലും എന്താ പറയണ്ടേ കുണ്ടിലൊക്കെ നിറച്ചും വെള്ളമായിട്ടുണ്ട് കേട്ടോ. നിറയെ വെള്ളം നിറഞ്ഞു നിന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറ സൈഡ് ഒരു ഓളിയും കൂടി ഉണ്ട് കേട്ടോ. അത് കുറച്ച് വലിയ ഓളിയാണ്. പിന്നെ തോട്ടത്തിലെല്ലാം ആണെങ്കിൽ ഇത് വാഴയും മറ്റൊക്കെ ഫുള്ള് കാറ്റ് വീശുന്നത്. ഒന്നാമത്തെ കാര്യം കാറ്റാണ് കേട്ടോ. കാറ്റ് വരുമ്പോൾ നല്ലോണം പേടിയാണ്. അതാണ് പ്രശ്നം. കാറ്റും ഇടിയും മിന്നില്ല, അതാണ് സഹിക്കാൻ പറ്റാത്ത. മഴ ചെറുതായിട്ട് പെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നിപ്പോന്ന്. കാറ്റത്ത് കുറേ വാഴയും മറ്റെല്ലാം പൊഴിഞ്ഞിട്ട് വീഴുന്നുണ്ട് കൃഷി ചെയ്ത് അതൊക്കെ. അതാ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കിണറിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. നിറച്ചും വെള്ളമായിട്ടുണ്ട്. മഴ പെയ്തിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല ക്ലിയർ വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ നല്ല വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതാ പാനി എടുത്തിട്ട് കപ്പിയും കയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളം കോരി എടുക്കാം. മാഷേട്ടനെല്ലാം വെള്ളം കോരുമ്പം പിന്നെ കപ്പി ഉപയോഗിക്കില്ല. അവിടെ നിന്ന് തന്നെ കിണർന്ന് പിന്നെ പാനി എടുത്തിട്ട് മുക്കിയിട്ട് വെള്ളം കോരി എടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിഞ്ഞല്ലോ, വലിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത്ര ആഴം മാത്രമേ ഉള്ളൂ, അത്രക്കും മുകളിലോട്ട് വെള്ളം എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയെല്ലാം പെയ്യുന്ന സമയത്ത് നല്ല പാങ്ങിൽ മൂടി പുറച്ചൊക്കെ ഇറങ്ങാൻ നല്ല പാങ്ങുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ കിങ്ങിണി കുഞ്ഞിരിൽ ഉറങ്ങി എണീക്കാനും സമയം നല്ലോണം പെയ്യുന്നുണ്ട് കേട്ടോ. പൊതുവേ എല്ലാവർക്കും ഒരു മടിയായിരിക്കും മഴ വരുമ്പോൾ. ഇത് നമ്മളെ വീടിൻ്റെ വാതിക്കാൻ്റെ നട്ടിൽ ചെക്കിപ്പൂ കേട്ടോ. ഇത് ഓരോ ഓറഞ്ച് കളർ ചെക്കിയും ചുവന്ന കളർ ചെക്കി ആട്ടോ. ഇല്ല നമ്മൾ നാടൻ ചെക്കിപ്പൂ, നമ്മൾ ചെക്കി എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പൂജക്ക് തുളസിയുടെ കൂടെ എല്ലാം കൊടുക്കുന്നില്ലേ. ഇപ്രാവശ്യം ആണെങ്കിൽ ചുവന്ന ചെക്കിയിലും നമ്മൾ ഓറഞ്ച് ചെക്കിയിലും നിറച്ചും പിടിച്ചിട്ടുണ്ട്. കൊല ചെക്കാട്ടെ പിടിച്ചിട്ടുണ്ടായത്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ പൂ കാണാൻ വേണ്ടിയിട്ട്, വാതുക്കൽ പിടിച്ച് കാണാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെയല്ലേ മഴ പെയ്തത്. ആ മഴ പെയ്ത സമയത്ത് നമ്മൾ പൂവെല്ലാം കുറേ മഴ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൂവെല്ലാം ഫുള്ള് നശിച്ചു പോയിട്ടാ. ആ ഓറഞ്ച് ചെക്കി മാഷേട്ടൻ പണ്ടേ കൊണ്ട് നട്ടതാണ്. അതിൽ നിറച്ചും പിടിക്കലുണ്ട്. ഈ ചോന്നത് ഞാനാണ് കേട്ടോ നട്ടിട്ടുണ്ടായത്. അപ്പോൾ പിടിച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെ തോട്ടത്തിൽ നിന്നൊക്കെ കയറി ഞാൻ വീട്ടിലോട്ട് എത്തിയപ്പോൾ കുറേ സമയം തോട്ടത്തിലും വയലിലും നടന്നിട്ട് സമയം കുറേ പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും കറി വെക്കണ്ടേ. അപ്പോൾ ചക്കക്കുരു ഉണ്ടായിന്, അപ്പോൾ ചക്കയുടെ കുരു. അപ്പോൾ ഞാൻ ചക്കക്കുരു പെട്ടെന്ന് തന്നെ ഉഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അവിടെ വെച്ച് മുറിച്ചിട്ടും വെച്ചു കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിട്ട്. എന്നിട്ട് കൈയോടെ തന്നെ വേഗം ചോറിൻ്റെയും വെള്ളം വെച്ചു. ചക്കക്കുരു മുറിച്ചിട്ട് അവിടെ ഗ്യാസിൽ വേവിക്കാനായിട്ടും വെച്ചു കേട്ടോ, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം പറക്കിക്കൊണ്ടുവന്ന കേട്ടോ. നല്ല കാറ്റെല്ലാം വീശുന്ന സമയത്ത് നല്ലോണം പഴുത്ത മാങ്ങ വീഴൂലേ. പിന്നെ മഴ അധികം പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാങ്ങക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. പഴുത്ത മാങ്ങയാണെങ്കിൽ പോലും നല്ലോണം മഴ കിട്ടിക്കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ചക്കക്കുരു ഉരുക്കിയിട്ട് മാങ്ങ പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. മാത്രമല്ല പഴുത്ത മാങ്ങ പിന്നെ വെറുതെ അവിടെ കുറേ വെച്ച് കഴിഞ്ഞാൽ തിന്നുന്നില്ലെങ്കിൽ വെറുതെ പൊട്ടായിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു കറി തന്നെ വെക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരിക്ക് പകരം കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് നമ്മളെ മാങ്ങ പച്ചടിയാണ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാൻ വേണ്ടി. മാങ്ങ പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ.
അങ്ങനെ ചക്കക്കുരു ഉരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു. കുറച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി അതിലത്തേക്ക് മുറിച്ചിട്ടു. പച്ചമാങ്ങ കുറച്ച് പഴുത്ത കളറുണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും നല്ല പുളി ഉണ്ടായി. അതും മുറിച്ചിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ മാമ്പഴ പുളിശ്ശേരിയിലാണെങ്കിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ട് അതിലത്തേക്ക് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ കാന്താരിയും തൈരൊക്കെ കൂട്ടിയിട്ട് അരച്ച് ചേർത്തിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരിക്കറി അതല്ലെങ്കിൽ എന്താ ഉരുക്ക് വറവ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തോരനൊക്കെ പറഞ്ഞല്ലേ, ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനധികം ചില സമയത്ത് പച്ചക്കറിയെല്ലാം വെള്ളത്തിൽ വേവിച്ചിട്ട് കടുകും കരിയാമ്പും മുളകൊക്കെ വറുത്തിടും. ചില സമയത്ത് കടുകും കരിയാമ്പും എല്ലാം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പച്ചക്കറി ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും കേട്ടോ. ഓരോരിക്കൽ ഓരോരോ സൈസിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേഗം ഒന്ന് പോയിട്ട് അരി ഇട്ടു കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വന്ന സമയത്ത് അരി ഇട്ടു. അപ്പോൾ നമ്മളെ ചക്കക്കുരുവിലാണെങ്കിൽ തേങ്ങയും വെളുത്തുള്ളിയും തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ചക്കക്കുരു മാങ്ങയും ഒക്കെ ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് കഴിക്കാൻ പറ്റും. നല്ല രുചിയാണ്, വേറെ കറിയൊന്നും ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഈ പുളിശ്ശേരിയില്ലേ, മാമ്പഴ പുളിശ്ശേരി, അതിലത്തേക്ക് കുറച്ച് അരപ്പുള്ളത് നമ്മൾ അരച്ച് സെറ്റാക്കിയത് അത് അരച്ച് കൂട്ടുകയും ചെയ്തു. ഈ ചക്കക്കുരു വെക്കുന്ന നമ്മൾ ഉരുക്കിയിട്ട് അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടെല്ലാം വെക്കുന്നില്ല, അങ്ങനെ വെക്കുന്ന സമയത്ത് പച്ചമാങ്ങ കൂട്ടിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൂടാതെ നമ്മൾ ഈ ഉപ്പിലിട്ട് വെക്കുന്നില്ലേ മാങ്ങ, നല്ല കണ്ണിമാങ്ങയിൽ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ആ മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ മുറിച്ചിട്ടിട്ട് ഈ ചക്കക്കുരുവിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു നല്ല പുളിയും ഉപ്പും എരിവൊക്കെ ആയിട്ട് നല്ല രുചി ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരുവിന് ഉപ്പിടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ മാങ്ങയിലത്തെ ഉപ്പന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ചക്കക്കുരു അവിടെ വെന്ത് വാങ്ങിയ ശേഷം അതിലേക്ക് കടുകും കരിയാമ്പും പിന്നെ നമ്മളെ ചതച്ച മുളകില്ലേ, നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നില്ല, അങ്ങനത്തെ മുളക് വറുത്തിട്ട് ഇട്ടുകയും ചെയ്തു കേട്ടോ ചക്കക്കുരുവിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കുമല്ലോ, ചുവന്നരിയുടെ കഞ്ഞിക്ക് പിന്നെ ഉപ്പ് ഇട്ടിട്ട് കഞ്ഞിയുടെ വെള്ളം ഒഴിച്ച് കഞ്ഞി ആക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് നമ്മൾ ഈ ചക്കക്കുരു ഉരുക്കിയതും കൂടി ഉണ്ടെങ്കിൽ മതി, പിന്നെ ഒന്നും വേണ്ട കേട്ടോ. ഇത് പറയുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെല്ലുമ്മയെല്ലാം പണ്ടെല്ലാം അതുപോലെ കഞ്ഞി ഉണ്ടാക്കും, ചുവന്നരിയുടെ നമ്മൾ കുത്തിയരിയുടെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ചക്കക്കുരു ഉരുക്കിയതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പേക്ക് ആയി, വേറെ ഒന്നും വേണ്ട. അപ്പോഴത്തേക്ക് നമ്മളെ മാങ്ങമ്പഴ പുളിശ്ശേരിയുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കടുകും കരിയാമ്പും ഉണക്കമുളകൊക്കെ ഒന്ന് വറുത്തിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് ചോറും വാങ്ങി വെച്ചിരുന്നു. വെളുത്തേരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഉരുക്കിയതും റെഡിയായി, മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ചക്കക്കുരു ഉരുക്കിയത് പറയും, ഉപ്പേരി എന്നും പറയും, വറവ് എന്നും പറയും, പിന്നെ ചില നാട്ടിൽ തോരനും പറയല്ലേ. ഒരേ സാധനത്തിന് പല രീതിയിൽ വെക്കുമ്പോൾ പല പേരിലല്ലേ സാധനം അറിയപ്പെടുന്നത്. അങ്ങനെ ചോറെല്ലാം വാങ്ങിയിട്ട് ചോറെല്ലാം നിർത്തിയിട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചു. നല്ലതാണ് വെളുത്തേരി ചോറും മാമ്പഴ പുളിശ്ശേരിയും ചക്കക്കുരു ഉരുക്കിയതും പിന്നെ അച്ചാറും പിന്നെ 2 പപ്പടം ഉണ്ടായിരുന്നു കൊണ്ടുവന്ന്, അതും കൂടി എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് ഇത് മാത്രം മതി ചോറ് വയ്ക്കാൻ. പക്ഷേ രാവിലെ വെച്ച ഉണക്കിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ചക്കക്കുരും ഉണക്കച്ചെമ്മീനും തേങ്ങ അരച്ച് വെച്ച കറിയാണ്, അതും കൂടി കൂട്ടിയിട്ട് ചോറ് വെച്ചു കേട്ടോ ഉച്ചക്ക്. പിന്നെ ഒരാൾ ഇൻസ്റ്റയിൽ എന്നോട് ചോദിച്ചിന് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അടുപ്പിൽ തന്നെയാണോ വെക്കുന്നത് ചോദിച്ചിന്. നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ മെയിനായിട്ട് വെക്കുന്നത് ചോറ് അധികം അടുപ്പിൽ വെക്കും. പക്ഷേ ചില സമയത്ത് അടുപ്പിലും വെക്കും, ഗ്യാസ് സ്റ്റൗവിലും വെക്കും. ചില സമയത്ത് അടുപ്പിൽ മാത്രം വെക്കും, ചില സമയത്ത് ഗ്യാസ് സ്റ്റൗവിൽ മാത്രം വെക്കും. നമുക്ക് തോന്നിയ പോലെ വെക്കും, അത്രയില്ല. പിന്നെ ഈ മഴക്കാലത്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ രാവിലെയൊക്കെ തീ പറ്റിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ താഴയിൽ വെള്ളം ഒഴുകുന്ന ഓളിയില്ലേ, കിങ്ങിണിയും കുഞ്ഞാറ്റേനെയും കുറച്ച് സമയം അവിടെ കളിക്കാൻ വിട്ടിട്ടുണ്ടായിന്. ഞാനവിടെ കുറച്ച് നേരം TV നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് തോട്ടത്തിലോട്ട് വന്നു. പിള്ളേരതാ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല, ആ വെള്ളത്തിൽ പോയിട്ട് കളിയാണ്. കുറേ നേരമായി കളിക്കുന്നു. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കുറേ നേരമായി വിളിച്ചിട്ട് വരുന്നേൽ ഓരോരോ കളി വെള്ളത്തിൽ ഇരുന്നിട്ട് കളിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയല്ലോ പിള്ളേരെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയും എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മൾ മക്കൾ ഇന്നലെ കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അന്ന് രാത്രി നല്ല കാറ്റും മഴയും വന്നു. ആ കാറ്റും മഴയും വന്നിട്ട് രാവിലെ ചായയെല്ലാം കുടിച്ച് ഞാൻ വെറുതെ രാവിലെ എണീക്കുമ്പോഴേ കണ്ടു ഞാൻ. പിന്നെ എന്നിട്ട് നല്ല ചായയെല്ലാം കുടിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് വന്നു. അപ്പോഴത്തേക്ക് എന്താ നോക്കറോ എന്ത് വെള്ളമാണ് വരുന്നത് നോക്കി. തലേദിവസം രാത്രി നല്ലോണം മഴ പെയ്തു, നിർത്താതെ മഴ പെയ്തുകൊണ്ടായി പുലർച്ചെ വരെ. അപ്പോൾ ആ മഴ പെയ്ത സമയത്ത് ഓളിയിലൊക്കെ നല്ലോണം വെള്ളമായിട്ടാണ്, വെള്ളം നല്ലോണം കൂടി. മക്കൾ ഇന്നലെ കളിച്ച സ്ഥലമാണ് ഇത്. പിള്ളേർ രണ്ടാളും ഇന്നലെ വൈകുന്നേരം കളിച്ചു. ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒഴുകി പോകുമെന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം അത്ര മഴ പെയ്തു രാത്രി, നല്ല ഒഴുക്ക്, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഒഴുകിപ്പോവും. മാത്രമല്ല നമ്മൾ തോട്ടത്തിലെല്ലാം ഓൾറെഡി നമ്മൾ ഇന്നലെ കാണിച്ചിട്ടേ പിന്നെ നല്ലോണം വെള്ളമായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇതാ വെള്ളം നിറഞ്ഞിട്ട് വെള്ളം ഈ സൈഡിലത്തെ നമ്മൾ ഓളിയുടെ വരമ്പുണ്ടല്ലോ അതെല്ലാം പൊട്ടിയിട്ട് എല്ലാം തോട്ടത്തിലോട്ടാട്ടോ വെള്ളം ഒഴുകുന്നത്. കണ്ടോ,
അത്രയും വെള്ളം വരുന്നുണ്ട് ഓളിയിൽ. പ്രതീക്ഷിക്കുന്നതിലും അധികമാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തോട്ടത്തിലോട്ട് ഒഴുകിയിട്ടാണ് കേട്ടോ പോകുന്നില്ല വെള്ളമെല്ലാം. അപ്പോൾ ഇന്നലെ കാണിക്കുന്ന സമയത്ത് തോട്ടത്തിലേക്ക് ഒഴുകി പോവാതെ തന്നെ മഴ പെയ്ത വെള്ളമെല്ലാം ഇങ്ങനെ തോട്ടത്തിൽ തന്നെ ഉണ്ടായിന്. അതുകൂടാണ്ട് ഈ വെള്ളം കൂടി വരുമ്പോൾ നല്ലോണം വെള്ളമായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തോട്ടത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയാണ്. കിണറ്റിൻ്റെ 4 ഭാഗത്തും വെള്ളം അല്ലേ മഴ പെയ്തിട്ട്. എനിക്ക് പേടിയാണ് താണു പോപ്പാന്ന് വിചാരിച്ചിട്ട്. കിണറ്റിലെ വെള്ളം നോക്കി കൈ കൊണ്ട് കോരുന്ന പോലെ തന്നെ നിറച്ചുമായിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇന്നലത്തേനെക്കാട്ടിയും കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം കിണറ്റിൽ വെള്ളം. പിന്നെ മാത്രമല്ല തോട്ടത്തിലും അതുപോലെ നിറച്ചും വെള്ളമായിട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ മുകൾ വശമാണ് കേട്ടോ. വീടിൻ്റെ മുകളിൽ വശം റോഡാണ്. അപ്പോൾ റോഡ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മണ്ണിട്ട റോഡാണ്. ടാറിങ്ങൊന്നും ആയിട്ടില്ല. പകുതി വരെ മാത്രമേ ടാറിങ് ആയിട്ടുള്ളൂ. ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. പിന്നെ ആ റോഡിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ വെള്ളം വരുന്നത്. തന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ ഉറവ വരുമല്ലോ, ഉറവ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളം വരുന്നില്ലേ, അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു രാവിലെ അപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല വെള്ളം വരും ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട്. ഇനി വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വീടില്ല. പിന്നെ കുഞ്ഞു പിള്ളേർക്കെല്ലാം അങ്ങനെ തന്നെയല്ലേ, വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് കളിക്കാനായിട്ട് വരും വെള്ളത്തിലേക്ക്. അങ്ങനെ ഞാൻ മീത്ത റോട്ടുമ്മലും പോയിട്ട് നോക്കി നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആടി അങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറുങ്ങനെ വരമ്പ് കൊത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും അല്ല വെള്ളം പോകുന്നത്, ഫുള്ള് റോട്ടിലാണ് പോകുന്നത്. വെള്ളം റോട്ടിലെല്ലാം പോയിട്ട് റോഡെല്ലാം ഫുള്ള് പോയി. എപ്പോഴും മഴക്കാലമാകുന്ന സമയത്ത് നമ്മളെ നാട്ടുകാർക്കുള്ളൊരു പരിപാടിയാണ് കേട്ടോ, കൈക്കോട്ടും തൂമ്പിയും എല്ലാം എടുത്തിട്ട് ഇറങ്ങും. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ നല്ലോണം പെയ്തിട്ട് റോഡെല്ലാം പോവും. റോഡെല്ലാം ഫുള്ള് കുത്തി ഒലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ടായില്ല. മാത്രമല്ല നമ്മളെ വണ്ടിയൊന്നും വരില്ല. പിന്നെ വണ്ടിയൊന്നും കയറുകയും ചെയ്യില്ല, വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് വൃത്തിയാക്കാൻ പോകുന്ന പരിപാടിയാണ് നമ്മളെ നാട്ടുകാർക്ക് എപ്പോഴും സ്ഥിരം. ഇതിനെപ്പോൾ എന്തോ ഒരു മോചനം ഉണ്ടാല്. അങ്ങനെ റോട്ടുമെന്ന് ഞാൻ നേരെ താഴോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. ഇതാട്ടോ നമ്മൾ മാങ്ങ വറക്കുന്ന മാവ് മരം കണ്ട, ഇതിൽ നിറച്ചും പിടിച്ചിട്ടുണ്ടായിരുന്നു മാവ്. നമ്മളെ മാവല്ല, വേറെ ആളെ മാവ്. അപ്പോൾ ആ മാങ്ങ വറക്കിയ സ്ഥലം നോക്കിയാൽ അതൊരു കണ്ടാണ് താഴെ. ആ കണ്ടത്തിൽ നിറച്ചും വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ റോട്ടുമെന്ന് ഞാൻ നേരെ താഴോട്ടേക്ക് വന്നിട്ട് പോകുന്നത് ഇടത്തേക്ക് വെച്ച് നമ്മൾ ഒരു സ്ഥലം കാണിച്ചു തരാം. വേറെ ഇടയില്ല, നമ്മളെ തോട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറൊരു കുഞ്ഞോളി കൂടിയുണ്ട് വെള്ളം ഒഴുകുന്നതെന്ന്. അതിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട് കേട്ടോ, ശക്തമായ വെള്ളം. അപ്പോൾ നമുക്ക് തോട്ടിലോട്ട് പോകട്ടെ. എൻ്റെ കൂടെ കിങ്ങണിയും കുഞ്ഞാറ്റും കൂടി ഉണ്ട്. നമ്മളെ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല, അടുത്ത സ്ഥലം കാണിക്കാം. കണ്ട റോഡെല്ലാം നോക്കിയേ, വെള്ളം വന്നിട്ട് കുത്തി ഒലിച്ചിട്ട് പോയി ഫുള്ള്. അങ്ങനെ നമ്മൾ നട്ടിട്ട് നമ്മൾ തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ട തോട് നോക്കി, തോട് എവിടെയും കാണുന്നില്ല, ഫുള്ള് കലക്കം വെള്ളമാണ്. അത്ര വെള്ളം വരുന്നുണ്ട് തോട്ടിലെല്ലാം. തോട് അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ തോട്. ഇതെല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ്, കൃഷിയുടെ സ്ഥലമാണ്. കണ്ടം എന്ന് പറയും നമ്മൾ, കണ്ടം. ഇത് വാഴ കൃഷി നട്ടിട്ടുണ്ട്. നമ്മളതല്ല, വേറെ ആൾക്കാരുടെ ആട്ടെ അതൊക്കെ. അപ്പോൾ താഴെ ഉള്ളത് ഇത് കണ്ടമാണ്. അതായത് ഈ കാണുന്ന തോട് കണ്ട, സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ട, ഇതാണ് തോട്. അപ്പോൾ ഇത് വെച്ചാൽ കണ്ടം എന്ന് പറയണ്ടേ, തോട്ടിൽ വെള്ളം നിറഞ്ഞിട്ട് സ്ഥിരം ഇത് ഉണ്ടാകുന്ന തന്നെയാണ് വർഷം തോറും. പിന്നെ നല്ല മഴ വരുന്ന സമയത്ത് ഇതിലത്ത് വെള്ളം കയറും എല്ലായിടത്തും. ഫുള്ള് കൃഷിയാണ്. വീട്ടിലേക്കൊന്നും നമുക്ക് ഈ ഭാഗത്തിൽ വീട്ടുകാർക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല. വീടൊക്കെ കുറച്ച് മുകളിലോട്ടായിട്ടാണ് വരുന്നത്. ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലം. തോടിൻ്റെ അടുത്താണല്ലോ പൊതുവേ കണ്ടോലും ഉണ്ടാല്. കണ്ടത് അങ്ങ് അപ്പുറമെല്ലാം കവുങ്ങാണ് കേട്ടോ കൃഷിയില്ലത്. ഈ ഭാഷയെല്ലാം നെൽകൃഷിയൊക്കെ ചെയ്യുന്ന കണ്ടാണ്. ഈ ഒരു വാഴ വെച്ച സ്ഥലമില്ലേ, ഇതൊക്കെ നെൽകൃഷി ചെയ്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നെൽകൃഷി ചെയ്ത സ്ഥലത്ത് അവർ ഇപ്രാവശ്യം വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് പോകുന്നതാണ് നമ്മളെ അങ്കനവാടി. ഇതുപോലെ ഒരു സ്ഥലം എല്ലാവർക്കും ഉണ്ടോ? നമ്മൾ അങ്കനവാടി വരുന്നത് ഈ കണ്ടത്തിൻ്റെയും തോട്ടിൻ്റെയും നടുക്കായിട്ടാണ് നമ്മൾ അങ്കനവാടി വരുന്നത്. അതിലേ കൂടി ആ ഗേറ്റ് ഉണ്ട്, കുഞ്ഞ് ഗേറ്റ്, അതിലേ കൂടി നടന്നിട്ടാട്ടോ ഞാൻ വന്നത് ഇങ്ങോട്ടേക്ക്. ഇതിലൊന്നും നടന്നിട്ട് പോകാൻ പറ്റൂല, അത്ര വെള്ളമായിരുന്നു. ഈ കാണുന്നതല്ലേ, ഈ വാഴേൻ്റെ ഇപ്പുറം കാണുന്നതൊക്കെ കണ്ടാണ്. തോട് കണ്ടോ, അത്ര ദൂരം വരുന്നതാണ് തോട്. പൊതുവേ ഈ മഴയെല്ലാം പെയ്ത് തോട്ടിലൊക്കെ ഇതുപോലെ മലവെള്ളമൊക്കെ വരുന്നില്ല. ആ സമയത്ത് ഓർമ്മ വരുന്നൊരു സിനിമയാണ് കേട്ടോ നരൻ. ഓഹോ ഞാനൊരു നരൻ. അതുതന്നെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരല്. തോട്ടിലാണെങ്കിൽ നിറച്ചും നമ്മളെ തേങ്ങയെല്ലാം കുറേ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. മുമ്പെല്ലാം എല്ലാവരും തേങ്ങ പിടിക്കാനെല്ലാം വരും. തേങ്ങയും പിടിച്ചിട്ട് കുറേ തേങ്ങ കടയിൽ കൊണ്ടിട്ടെല്ലാം വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ആരും കാണുന്നില്ല, ആർക്കും സമയമില്ല തോന്നുന്നു. ഈ മഴയെല്ലാം വരുമ്പോൾ എല്ലാവർക്കും മടിയായിരിക്കും വരാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ തോട് ഇവിടെ ഒരു കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നടന്നിട്ട് പോകുന്ന വഴിയുണ്ട് കേട്ടോ. നടന്നിട്ട് പോയിട്ട് ആടെ ഒരു പാലമുണ്ട് ആ തോടിന്. ആ പാലം കവിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വെള്ളം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറ സൈഡ് നമുക്ക് ബസ് കയറേണ്ട സ്ഥലമാണ് കേട്ടോ. ബസ്സൊക്കെ വരുന്നത് ആ ഒരു സൈഡ് ഭാഗത്താണ്. പിന്നെ ഇപ്പുറ സൈഡും ബസ് വരുന്ന സ്ഥലമുണ്ട്. ഇപ്പുറ സൈഡിലാണ് കുന്ന് കയറിയിട്ട് പോകണം. ഇതാകുമ്പോൾ കുന്നില്ല, നമുക്ക് അതിൽ തന്നെ തോട് കടന്നു കഴിഞ്ഞാൽ ബസ്സിൻ്റെ സ്ഥലമായി കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ അംഗനവാടിയിൽ നിന്ന് ഞാനെല്ലാം പഠിച്ചേ അംഗനവാടി. പക്ഷേ ഇപ്പോൾ അംഗനവാടിക്ക് നല്ല പുരോഗമനമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് അംഗനവാടി. ഇപ്പോൾ വെച്ചാൽ മതിലൊക്കെ കെട്ടി, മതിലൊന്നും മുമ്പ് ഉണ്ടായിട്ടാണ്. പിന്നെ അത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായില്ലേ അംഗനവാടി. മക്കളാണെങ്കിൽ അംഗനവാടി അകത്ത് പോയിട്ട് കുറച്ച് സമയം കളിക്കുന്നുണ്ട്. അടുത്ത ദിവസം എന്ന് വെച്ചാൽ നല്ല മഴയായതുകൊണ്ട് നമുക്ക് റെഡ് അലേർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അംഗനവാടി ലീവ് വന്നിട്ട്. പക്ഷേ ടീച്ചർക്ക് എപ്പോഴും വരണം. ടീച്ചർ അത് വഴിയില്ലാതെ ഏതെല്ലോ വഴിയിൽ കൂടി വന്നിട്ട് അംഗനവാടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിന്. അപ്പോൾ ഈ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസമല്ലേ, ആ സമയത്ത് നമ്മളൊരു ദിവസം ബസ്സിന് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാൻ തോന്നിയതാണ്. ഈ ഒരു സ്ഥലമുള്ള ഈ ഞാൻ അന്ന് നടന്നു വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഈ നെൽകൃഷിയിലെ സ്ഥലത്താണ് ഇപ്പം വാഴ വെച്ചിട്ട് ഉള്ളത്. അപ്പോൾ തോടിൻ്റെ സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല. ഇപ്പോൾ ഈ സ്ഥലമെല്ലാം കണ്ടില്ലേ വീഡിയോയിൽ, ഫുള്ള് മുങ്ങിയിട്ടാണുള്ളത്, നിറച്ചും വെള്ളമായിട്ട് മുങ്ങിയിട്ടാണല്ലേ. അല്ലെങ്കിൽ ഇത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെല്ലാം ഇവിടെ കൃഷി എടുക്കുന്നവർ കണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടീച്ചർ നടന്നു വരുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടത്. അവിടെ ഒരു വഴിയുണ്ട്, ഇതിൻ്റെ നടുക്കലൂടെ ആയിട്ട് അങ്കനാടിയിലോട്ട് പോകാനായിട്ട് ചെറിയൊരു വഴിയുണ്ട്. ആ വഴി ഇതാ കണ്ട, ഈ വഴി കണ്ട, കല്ല് പാവിയിട്ടുണ്ട് ചെറുതായിട്ട് നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്ല് പാവിയ വഴിയിലേ കൂടിയാണ് പാലമുണ്ട്. പാലം കഴിഞ്ഞിട്ട് അങ്കനാടിയിലോട്ട് പോകുന്നത്. ഇപ്പം മുകളിൽ വശത്തെ കൂടിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് വന്നില്ലേ, ആ റോഡിലെ കൂടിയിട്ട് വരേണ്ട ഒരു വഴിയുണ്ട്. അങ്കനാടിക്ക് ശരിക്കൊരു റോഡ് എന്ന് പറഞ്ഞത് ഇല്ല, അപ്പുറം സൈഡിലാണ് വഴി വരുന്നത്. കണ്ട ഇവിടെയൊക്കെ കൃഷി നടത്തിയ സമയമാണ് കേട്ടോ. സെപ്റ്റംബർ മാസത്തിലെ ഒരു കാഴ്ചയാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്കനവാടി അതാ ആടുന്നതാണ് നേരെ തിരിഞ്ഞ് വരുന്നത് നമ്മളെ തോട്. അതായത് ഇപ്പോൾ അതാ മറിഞ്ഞൊഴുകുന്ന നമ്മളെ തോടില്ലേ, കലങ്ങി മറിഞ്ഞ് എന്താ പറയണ്ടേ, വെള്ളമൊക്കെ എല്ലായിടത്തും കയറി ഒഴുകി വരുന്ന നമ്മളെ തോട്. ആ തോടിൻ്റെ പാലം ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പാലമൊന്നും കാണുന്നില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പാലം ഒന്നും അവിടെ കാണുന്നും കൂടിയില്ല, കലക്കം വെള്ളം മാത്രമേ കാണുന്നത്. ഇതിപ്പോൾ സമാധാനത്തിൽ ഒഴുകുന്ന തോട് കേട്ടോ നമ്മളെ. അപ്പോൾ ഈ സമയത്തെല്ലാം നമുക്ക് നീന്തി കളിക്കാനെല്ലാം നല്ല രസമാണ്. വലിയ ഒഴുക്ക് കുറവായിരിക്കും. പിന്നെ നീന്തൽ പഠിക്കാനും കുളിക്കാനും എല്ലാം നല്ല രസമാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരും കുറവ് തന്നെയാണ്, തോട്ടിലെല്ലാം നീന്താനും കുളിക്കാനൊക്കെ പോകുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഈ തോടിൻ്റെ പാലം കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ സമയത്ത് നമ്മൾ പ്രകൃതിയുടെ ഓരോ കാഴ്ചകൾ എന്തല്ലേ, മഴക്കാലത്ത് വേറെ, വേനൽക്കാലത്ത് വേറെ, അങ്ങനെ